അതെനിക്ക് ചെയ്യുമ്പോഴുണ്ടായിരുന്നു ആ സാറ്റിസ്ഫാക്ഷൻ. കാര്യം നല്ല ആൾക്കാരായിരുന്നു, വർക്ക് ചെയ്യാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ജോലിയല്ലേ, ഇഷ്ടപ്പെട്ട് വേണ്ടേ ചെയ്യാൻ. അല്ല, നമ്മൾ കാണിക്കുന്ന പോലെ ഓടി വന്നിറക്കി ജീപ്പ് വന്ന് നിർത്തുന്നു, പൊടി പറപ്പിക്കുന്നു, അങ്ങനെയുള്ള മാസ് എൻട്രികളൊന്നും ഇല്ലാത്ത ഒരു ഇപ്പോഴത്തെ സാധാരണ ടോക്കിൽ പറയുന്നത് പോലെ, സാധാരണ ആളുകൾ പറയുന്നത് പോലെ ഇതിപ്പോ ഒരു പച്ചക്കറി സിനിമയായിട്ട് പറയരുത്. ജീവിതത്തിൽ അപ്പനായി ഞാൻ അവന്റെ സിനിമയിലും അവന്റെ അപ്പനായി അഭിനയിക്കുമ്പോൾ എനിക്ക് സന്തോഷം. കൽക്കിലും എസ്രയിലും വി ഹാവ് സീൻ എ ഹീറോയിക് പോലീസ് ഓഫീസർ. ഇവിടെ എന്ന് പറഞ്ഞൊരു ഹ്യൂമെയിൻ ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ്. വൾണറബിലിറ്റീസും പരിമിതികളും ഒരുപാടുള്ളൊരു പോലീസ് ഓഫീസറെ ആണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു റിയൽ ലൈഫിൽ അങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ഉണ്ടാവുക. ടു ബി പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ് തന്നെ മതിയല്ലോ, അവിടെ ആ സ്ക്രീനിൽ വരിക എന്നുള്ളത് മാത്രമേ എനിക്ക് വേണ്ടിയിരുന്നുള്ളൂ. ടു ബി എ പാർട്ട് ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റോറി. നല്ലൊരു സ്റ്റോറിയാണ് ചേട്ടൻ എഴുതി വെച്ചിരിക്കുന്നത്. ഡയറക്ഷൻ ആയാലും അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫർ ഇവരുടെയൊക്കെ ഒപ്പം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി അമേസിംഗ്. സിനിമയെ കണ്ടെത്തി. അതെ, കണ്ടു. ഞാൻ ഈ ഇടയ്ക്കൂടെ ഒന്നുകൂടെ ഒന്ന് കണ്ടു. ഇത് കാണുന്നതിന്റെ ഒരു ഇതിലേ നമ്മൾ വീണ്ടും ഈ ഇടയ്ക്ക് ഇറങ്ങിയ കുറച്ച് സിനിമ ഇടയ്ക്ക് വീണ്ടും എടുത്ത് കണ്ടു. എന്നിട്ട് അതിൽ നിന്ന് നല്ല വ്യത്യാസപ്പെട്ട് തന്നെ ഈ സിനിമ നിൽക്കുന്നത്. ഞാൻ റിവ്യൂ കണ്ടിട്ട്, ഞാനൊരു സിനിമ കണ്ടിട്ട് എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു, അത് എനിക്ക് 2.5 മണിക്കൂർ ഒരു സിനിമയിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. 20 മിനിറ്റ് മാത്രം ഉള്ളവർക്ക് റിവ്യൂ കണ്ടിട്ട് പിന്നെ സിനിമ കാണുമായിരിക്കും. എനിക്ക് കുഴപ്പമില്ല. അത് എനിക്ക് സിനിമ കാണാനോട് തന്നെയാണ് താല്പര്യം. അതെ. കൽക്കിലും എസ്രയിലും വി ഹാവ് സീൻ എ ഹീറോയിക് പോലീസ് ഓഫീസർ. ഇവിടെ എന്ന് പറഞ്ഞൊരു ഹ്യൂമെയിൻ ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ്. വൾണറബിലിറ്റീസും പരിമിതികളും ഒരുപാടുള്ളൊരു പോലീസ് ഓഫീസറെ ആണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു റിയൽ ലൈഫിൽ അങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ഉണ്ടാവുക. പിന്നെ ഒരുപാട് ചാലഞ്ചസ് ഈ ടീം ഫേസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു വരുന്നത് തന്നെയാന്നാ തോന്നുന്നത്, അല്ലാതെ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പോലെ തോന്നുന്നില്ല. നല്ല സിനിമയായിരുന്നു. ഡയറക്റ്റ് ബ്രില്യൻസ് ഇൻ ദ സെൻസ്, ഇത്രയും എൻഗേജിങ് ആയിട്ട് 2 ഇൻവെസ്റ്റിഗേഷൻസ് കാണിക്കാൻ ഇത്തിരി പാടാ. അത് ആള് നല്ല രീതിക്ക് അക്കംപ്ലിഷ് ചെയ്തു എന്ന് തന്നെയാ തോന്നുന്നത്. അതെ. ന്യൂ ഫേസസ് പ്രത്യേകിച്ച് പ്രമോദേട്ടന്റെ നല്ലതായിരുന്നു. അപ്പോ ആള് കുറച്ചൊരു എൻഗേജിങ്, പടത്തിന് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. അത് നല്ലതായിരുന്നു. ആള് പറയുന്നതിന്റെ അത്രയ്ക്ക് തന്നെ ഒക്കെ ഉണ്ട്. അത് നല്ലതായിട്ടുണ്ട്. അതെ, നല്ലതായിട്ട്. പ്രേക്ഷകർ കാണേണ്ടതെന്ന് പറഞ്ഞാൽ അവര് മുമ്പ് കാലഘട്ടത്തിൽ കണ്ട പോലെ ഒരു നല്ല ത്രില്ലർ മൂവി. അതായത് ഇപ്പൊ നമ്മൾ എസ്.എൻ. സ്വാമി സർ എഴുതിയ കഥകളോ അല്ലെങ്കിൽ പിന്നെന്താ പണ്ട് എടുത്തിരുന്ന കുറച്ച്, ഇപ്പം ഒരു കണ്ണി കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കണ്ണി അടുത്ത അങ്ങനെ പോവില്ലേ, അതുപോലെ ഓരോ കണ്ണികൾ ഇങ്ങനെ ഏറ്റുപിടിച്ച് അവസാനം നല്ലൊരു ത്രില്ലിംഗ് ട്വിസ്റ്റ് ഒക്കെ കൊടുക്കുന്ന രീതിക്ക് നല്ലതായിരുന്നു. സൂപ്പർബായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയതിൽ വെച്ച് ബെസ്റ്റ് മൂവി. കണ്ണൂസ്കോട് അത് വേറൊരു ഇതല്ലേ, അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. ഇത് വേറൊരു ലെവൽ. സൂപ്പർ ട്വിസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. അതിന്റെ ട്രെയിലറും അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും കണ്ടപ്പോ തന്നെ നമുക്ക് ഇതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു തോന്നിയത്. സൂപ്പറായിരുന്നു. ആ ട്വിസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് സൂപ്പർ. പടം എന്തുകൊണ്ട് തിയേറ്റർ വാച്ചബിളാണ്. അതായത് കേസ് അന്വേഷണമാണ്. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയത് മമ്മൂക്കയുടെ പടം കണ്ണൂർ സ്ക്വാഡ്. ഇത് പുതിയൊരു സ്ക്വാഡ്. അത് കണ്ണൂർ സ്ക്വാഡാണെങ്കിൽ ഇത് പുതിയൊരു സ്ക്വാഡ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാര്യം എന്ന് പറഞ്ഞാൽ കേസ് അന്വേഷണത്തിൽ തന്നെ, അത് പോലീസ് കഥാപാത്രം ആകുമ്പോൾ കേസ് അന്വേഷണത്തിൽ തന്നെ. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫില് മറ്റേ ടോവിനോട് ആക്ടിങ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും വളരെ ഇമോഷണലി ടച്ചിങ് ആയി സിനിമ. കഥയിലുടനീളം ഒരു സിനിമയിൽ തന്നെ നമ്മൾ 2 or 3 സിനിമ കണ്ട ഒരു പ്രതീതിയാണ്. കാരണം കേസുകളിൽ നിന്ന് കേസുകളിലേക്ക് പോകുന്നു, കാലഘട്ടങ്ങൾ മാറി വരുന്നു. ഒരു സെക്കൻഡ് പോലും നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാത്തത് അതിഗംഭീരമായ തിരക്കഥ ജിനുവി എബ്രഹാമിന്റെ, പിന്നെ സന്തോഷ് നാരായണന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഗൗതമിന്റെ ക്യാമറ, എല്ലാം കൊണ്ടും ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ ടെക്നിക്കൽ സൈഡും കഥയുടെ സൈഡും ഒരു അതിഗംഭീരം. എനിക്ക് തോന്നുന്നു ഇതിനടുത്ത് നമ്മളിങ്ങനെ ഇതുപോലെ എഡ്ജ് ഓഫ് ദ സീറ്റ് കണ്ട നേരിയ മൂവിയൊക്കെ കണ്ട പോലുള്ള ഒരു കണ്ണൂർ സ്ക്വാഡൊക്കെ കണ്ട പോലുള്ള ആ ലെവലിലേക്കുള്ള സമീപകാലത്ത് ഇറങ്ങിയ മലയാള സിനിമകളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വൻ വിജയമാകേണ്ട രീതിയിലുള്ള ഒരു അതിഗംഭീര സിനിമയാണ് അന്വേഷിപ്പിക്കും കണ്ടെത്തും. പ്രോജക്റ്റ് തന്നെ മതിയല്ലോ, അവിടെ ആ സ്ക്രീനിൽ വരിക എന്നുള്ളത് മാത്രമേ എനിക്ക് വേണ്ടിയിരുന്നുള്ളൂ.
ടു ബി എ പാർട്ട് ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റോറി. നല്ലൊരു സ്റ്റോറിയാണ് ചേട്ടൻ എഴുതി വെച്ചിരിക്കുന്നത്. ഡയറക്ഷൻ ആയാലും അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫർ ഇവരെയൊക്കെ ഒപ്പം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി അമേസിംഗ്. ടൊവിയായിട്ട് സ്ക്രീൻ സ്പേസ് നമ്മളുടെ ചെറിയ ചെറിയ ഷോർട്സ് ഉണ്ടെങ്കിലും ദാറ്റ് ഇസ് ഇനഫ്. ഐ മീൻ അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ത്രില്ലേഴ്സ്. എനിക്ക് ഇൻവെസ്റ്റിഗേഷനും പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇറ്റ് ഇസ് ഗുഡ് സ്റ്റോറി ഓഫ് കോഴ്സ്. ആൻഡ് ടു ബി പാർട്ട് ഓഫ് ഇത്രയും വലിയ കാസ്റ്റ്, ഇത്രയും വലിയ ടീം, who would say no? I didn't feel like saying no, of course. Okay. ഓ ഹിറ്റല്ല, നല്ലൊരു പടമാണെന്നുള്ളത് ഉറപ്പായിരുന്നു. ഇത്രയും നമ്മള് ആ ടീമിന്റെ വർക്ക് കാണുമ്പോൾ തന്നെ ഉറപ്പിക്കാം. ഇത്രയും കഷ്ടപ്പെട്ട് അവർ ചെയ്യുന്നതിന് കാണുന്നതല്ല നമ്മള്. അതിന്റെ വാല്യൂ ഉണ്ട് ആ വർക്കിന്. അയ്യോ ടൊവിയോ പറഞ്ഞത് നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറയും, അല്ലാതെ എന്താ പറയാ. അങ്ങനെയായിട്ട് ഒരുമിച്ചൊരു സീക്വൻസ് വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതിന് മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ്. ജീവിതത്തിൽ അപ്പനായി ഞാൻ അവന്റെ സിനിമയിലും അവന്റെ അപ്പനായി അഭിനയിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. നന്നായിരുന്നു അഭിപ്രായമാണ്. അമ്മയും അങ്ങനെ തന്നെ പറഞ്ഞത്. താല്പര്യമില്ല. സിനിമ എനിക്ക് മോഹൻലാൽ എന്റെ ഫീൽഡിൽ സിനിമയല്ല, താല്പര്യമില്ല. ഓക്കെ മുത്ത, കാശ് പോയിട്ട് എന്ത് വേണം ചോദിക്കാം. ചോദിച്ചോ. പല ഇന്റർവ്യൂസിലും പല വേദികളിലും പറയാറുണ്ട് നിങ്ങൾ തള്ളുകാരനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഈ ഒരു പടം കണ്ടിറങ്ങിയിട്ട് ഒരു സത്യം പറയാൻ പറഞ്ഞായിരിക്കും ഇത് ശരിക്കും ഒരു റിയൽ സിനിമയാട്ടാ എനിക്ക് തോന്നുന്നത്. ഞാൻ പോലീസ് സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വേഷങ്ങൾ. ഈ സിനിമയിൽ എനിക്ക് കണ്ടത് എവിടേക്കോ കുറെ യാഥാർത്ഥ്യങ്ങളോട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു നാട്ടിലേക്ക് ഒരു പോലീസ് കൊണ്ട് വരുന്നതും അല്ലെ പോലീസുകാർ വരുന്നതും അല്ല നമ്മൾ കാണിക്കുന്ന പോലെ ഓടി വന്നിറക്കി ജീപ്പ് വന്ന് നിർത്തുന്നു, പൊടി പറപ്പിക്കുന്നു, അങ്ങനെയുള്ള മാസ് എൻട്രികളൊന്നും ഇല്ലാത്ത ഒരു ഇപ്പോഴത്തെ സാധാരണ ടോക്കിൽ പറയുന്നത് പോലെ, സാധാരണ ആളുകൾ പറയുന്നത് പോലെ ഇതിപ്പോ ഒരു പച്ചക്കറി സിനിമയായിട്ട് പറയരുത്. ഇഷ്ടപ്പെട്ടു. അത് യൂഷ്വലി നമ്മളൊരു ടൊവിനോ പടം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്നൊക്കെ വിചാരിക്കുമ്പോൾ തുടക്കം തൊട്ടേ ടൊവിനോ ഹീറോയിസം കാണിച്ച് അങ്ങനെ തുടക്കം തൊട്ടേ അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ഇത് അങ്ങനെയല്ലായിരുന്നു. ഇത് തുടക്കത്തില് ആദ്യ ആള് കുറച്ച് താഴ്ന്നു നിന്നു, പിന്നെ 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 കയറി കറക്റ്റ് ട്രാക്കിൽ കയറുന്നു. അങ്ങനെ ഭയങ്കര രസമുണ്ട്. നമ്മള്